കേരളത്തിലെ ഊർജ്ജ പദ്ധതികളെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. പമ്പാ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. പമ്പാ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. KSEBയുടെ കീഴിലുള്ള കാറ്റാടി ഫാം കഞ്ചിക്കോട്. KSEBയുടെ കീഴിലുള്ള കാറ്റാടി ഫാം കഞ്ചിക്കോട്. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതി വർഷ. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതി വർഷ. അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം NTPC താപനിലയം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം NTPC താപനിലയം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി ജലനിധി. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി ജലനിധി. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി.